നമസ്കാരം. അക്ഷരങ്ങളെയും കലയും നെഞ്ചോട് ചേർക്കുന്ന ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വടക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ അക്ഷരങ്ങളുടെ ഒരു പുതിയ വസന്തത്തിന് തുടക്കമിട്ട പ്രസ്ഥാനമാണ് കൈരളി ബുക്സ്. പുസ്തക പ്രസാധന രംഗത്തെ ഒരു വടക്കൻ പെരുമ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൈരളി 4000-ലധികം പുസ്തകങ്ങളിലൂടെയും നിരവധി അവാർഡുകളിലൂടെയും മലയാള സാഹിത്യത്തിന് പുത്തൻ ഉണർവ് നൽകി. പ്രഗത്ഭരായ എഴുത്തുകാർക്കൊപ്പം പുതിയ തലമുറയിലെ പ്രതിഭകളെയും കൈപിടിച്ചുയർത്തിയ കൈരളി ബുക്സ് ഇന്ന് അതിൻ്റെ ജൈത്രയാത്രയുടെ 20ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേവലം പുസ്തക പ്രസാധനത്തിനും അപ്പുറം ഒരു വലിയ സാംസ്കാരിക പരിവർത്തനമാണ് കൈരളി ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കാത്തിരുന്ന കൈരളി ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് KICF. കണ്ണൂരിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ വിസ്മയമായി മാറിയ ആദ്യ 2 എഡിഷനുകൾക്കും സിനിമയുടെ വിജ്ഞാന ലോകം തുറന്നിട്ട 3ാം എഡിഷനും ശേഷം ഇന്ന് KICF അതിൻ്റെ 4ാം എഡിഷനിലേക്ക് കടക്കുകയാണ്. പുതിയ കാലവും പുതിയ ജീവിതവും ആവശ്യപ്പെടുന്ന സർഗാത്മകതയുമായി വ്യത്യസ്ത മേഖലകളിലെ പ്രതിഭകൾ അണിനിരക്കുന്ന ഈ സാംസ്കാരിക ഉത്സവം കേവലം ചർച്ചാവേദിയല്ല, മറിച്ച് മനുഷ്യരും പുസ്തകങ്ങളും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൻ്റെ ആഘോഷം കൂടിയാണ്. പ്രബുദ്ധരായ വായനക്കാരുടെയും ആസ്വാദകരുടെയും അകമഴിഞ്ഞ സഹകരണത്തോടെ ഈ ഒരു ചടങ്ങ് വൻ വിജയമായി മാറുമെന്ന് നമുക്കുറപ്പാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിനി ഈ അക്ഷരോത്സവത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിലേക്ക് കടക്കാം. ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതം പറയാനായി കൈരളി ബുക്സ് എഡിറ്റർ ശ്രീ AV പവിത്രനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കൈരളി ബുക്സിനെ സംബന്ധിച്ചും കൈരളി ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ എത്തിച്ചേർന്ന KICF 4th എഡിഷനിൽ എത്തിച്ചേർന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളെയും സ്നേഹാദരങ്ങളോടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കൈരളി ബുക്സ് ചെയർമാൻ ഡോക്ടർ മുരളി മോഹൻ KV ആണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി കൈരളി ബുക്സ് മാറുകയും കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പുസ്തക പ്രസാധനത്തിൽ സജീവമായി നിൽക്കുകയാണ്. പുസ്തക പ്രസാധനവും പുസ്തക ചർച്ചകളും പ്രകാശനങ്ങളും മാത്രമല്ലാതെ അത് സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു ഹൃദയം സാക്ഷ്യപ്പെടുത്തേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാംസ്കാരിക ഉത്സവം കൈരളി ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് ആരംഭിച്ചത്. അത് നേരത്തെ EK നായനാർ സ്മാരക മന്ദിരത്തിലും പിന്നീട് ടൗൺ സ്ക്വയറിലും കഴിഞ്ഞ ദിവസം ജവഹർ ലൈബ്രറിയിലും വെച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത്. 4ാമത്തെ എഡിഷൻ ആണ് ശിക്ഷക് സദനിലേക്ക് വന്നിട്ടുള്ളത്. കാലാവസ്ഥ സ്വല്പം പ്രതികൂലമാണെങ്കിലും ഇന്ന് രാവിലെ തൊട്ട് തന്നെ എല്ലാ സെഷനുകളിലും നിരവധി വ്യക്തിത്വങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഇതിനകം തന്നെ നമ്മൾ 10-12 സെഷനുകൾ പൂർത്തീകരിച്ചു. ഇനി നാളെയും മറ്റന്നാളുമായിട്ടാണ് ഈ സാംസ്കാരികോത്സവം നടക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, പൂർണ്ണമായ സഹകരണം അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഈ സ്വാഗത ഭാഷണം അധികം സമയമെടുത്ത് ചെയ്യുന്നില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശത്ത് ആദ്യമായിട്ട് ആണ് ഡോക്ടർ തസ്ലിമ നസ്രീൻ വന്നിട്ടുള്ളത്. അവരെ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്കറിയാം, ഈ ബംഗ്ലാദേശി എഴുത്തുകാരിയും ആദ്യം ഫിസിഷ്യനായിരുന്നു. കവിതയിലൂടെ ലേഖനങ്ങളിലൂടെ സാഹിത്യരംഗത്തേക്ക് വന്ന് നോവലിലേക്ക് വരികയും 4 ഭാഗങ്ങളായിട്ട് അവരുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലജ്ജ എന്ന കൃതി വന്നതോടുകൂടി ബംഗ്ലാദേശ് സർക്കാർ ആ കൃതി നിരോധിക്കുകയും വലിയ കലാപങ്ങൾ അവർക്കെതിരെ പുറപ്പെടുവിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയും വധഭീഷണി ഉണ്ടാകുകയും തുടർന്നാണ് അവർ US-ലേക്കും യൂറോപ്യൻ ഭാഗങ്ങളിലേക്കും പോയി ഇന്ത്യയിലും യൂറോപ്പിലുമായി 10-20 വർഷമായിട്ട് ജീവിക്കുന്നത്. ഹൈദരാബാദിലും ധാക്കയിലും കാനഡയിലുമൊക്കെ അവർക്കെതിരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവഗണിക്കപ്പെടുന്ന സ്ത്രീത്വത്തിനു വേണ്ടി
മത പൗരോഹിത്യത്തിൻ്റെ ആധിപത്യത്തിന് ധിക്കാരത്തിനുമെതിരെ പ്രവർത്തിക്കുക, അങ്ങനെ അവഗണിക്കപ്പെടുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ എഴുത്തുകാരിയെ, മനുഷ്യാവകാശ പ്രവർത്തകയെ, സാമൂഹ്യ പ്രവർത്തകയെ ഇത്തരം ഒരു വേദിയിൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഏറെ ആഹ്ലാദമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. കണ്ണൂരിൻ്റെ ജനാവലിക്ക് വേണ്ടിയിട്ട് സ്നേഹാദരങ്ങളോടെ ഡോക്ടർ തസ്ലീമ നസ്രീനെ സ്വാഗതം ചെയ്യുന്നു. We are honored to welcome Dr. Taslima Nasreen to our event today and inaugurate KICF 4th edition. Madam, thank you for joining us. ഈ സമ്മേളനത്തിന് ആമുഖ ഭാഷണം നടത്തുന്നത് നമ്മുടെ ഫെസ്റ്റിവൽ ഡയറക്ടർ, കഥാകൃത്ത്, നോവലിസ്റ്റ്, നടൻ എന്ന് മാത്രമല്ല ചലച്ചിത്രകാരൻ എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാവുന്ന പ്രതിഭയാണ് ശ്രീ മധുപാൽ. കഴിഞ്ഞ 3rd എഡിഷൻ ഫിലിം കേന്ദ്രീകരിച്ചായിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട നാനാവിധ മേഖലകളെക്കുറിച്ചുള്ളൊരു വലിയ വർക്ക്ഷോപ്പ് തന്നെയായിരുന്നു ഞങ്ങൾ നടത്തിയിരുന്നത്. ആ വർക്ക്ഷോപ്പിൻ്റെ ഡയറക്ടർ, ഫെസ്റ്റിവൽ ഡയറക്ടർ ശ്രീ മധുപാൽ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം വളരെ ജാഗ്രതയോടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തിയിട്ട് ഈ ഫെസ്റ്റിവൽ പൂർണ്ണമായും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിൻ്റെ ആമുഖ ഭാഷണം ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിക്കുന്നതിനും സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചു, അധ്യക്ഷൻ നമ്മുടെ ചെയർമാൻ ഡോക്ടർ മുരളി മോഹൻ ആണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ നമ്മുടെ വിശിഷ്ടാതിഥിയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവർകളുണ്ട്. കൈരളി ബുക്സുമായിട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് വലിയ ബന്ധമുണ്ട്. മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് സർഗാത്മക പ്രവർത്തനത്തിന് വലിയ സംഭാവന ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ്. മുൻ വർഷം ജില്ലാ പഞ്ചായത്ത് ശ്രീ ബിനോയ് കുര്യൻ്റെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങളുമായി സഹകരിച്ചിട്ട് 1255 വിദ്യാലയങ്ങൾ, എൻ്റെ വിദ്യാലയം എൻ്റെ പുസ്തകം എന്നുള്ള നിലയിൽ ആ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ രചനകൾ ആസ്പദമാക്കി ഒരു വലിയ പരമ്പര തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കൈരളിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു വലിയ നേതൃത്വം, ഒരു പുസ്തക പ്രസാധനത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്, കണ്ണൂർ വിജ്ഞാനകോശം. അതുകൊണ്ട് ഈ ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ അധിപൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നുള്ളതിനപ്പുറത്ത് സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോട് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസ നേർന്നുകൊണ്ട് ശ്രീ പി കെ വിജയൻ, അദ്ദേഹം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറിയാണ്, കൈരളി ബുക്സിൻ്റെ ഒരു സഹയാത്രികനുമാണ്. ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ടും ലൈബ്രറി കൗൺസിലിൻ്റെ ദൈനംദിന പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും കൈരളി ബുക്സ് സജീവമായ പങ്കാളിത്തമുണ്ട്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ എം കെ മനോഹരൻ എഴുത്തുകാരനാണ്, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, കൈരളി ബുക്സിൻ്റെ എഴുത്തുകാരൻ കൂടിയാണ്. പ്രിയപ്പെട്ട മനോഹരനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മനോജ് കൃഷ്ണൻ, അദ്ദേഹം പ്രവാസിയാണ്, മോട്ടിവേറ്ററാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഷാർജയിൽ നിന്നാണ് ഇത്തരൊരു ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കൈരളി ഷാർജ ബുക്ക് ഫെയറിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് അവിടെ എത്തുന്ന ഏറ്റവും വലിയ പ്രസാധക സ്ഥാപനമാണ്. ശ്രീ മനോജ് കൃഷ്ണനെ സ്നേഹാദരങ്ങളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈരളി ബുക്സിൻ്റെ MD ശ്രീ അശോക് കുമാർ ഇവിടെയുണ്ട്. അശോക് കുമാർ തനിച്ച് ആരംഭിക്കുകയും പിന്നീട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി വ്യാപിക്കുകയും വളരെ ഏറെ ആളുകൾ 10-16 പേര് ജീവനക്കാരുടെ വലിയ സ്ഥാപനമാക്കി മാറ്റിയതിൽ ഈ മനുഷ്യൻ്റെ പ്രവർത്തനം ചെറുതല്ല. സ്നേഹാദരങ്ങളോടെ പ്രിയ സുഹൃത്ത് അശോക് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നത് കൈരളി ബുക്സിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ AK വിജുരാജാണ്, പ്രശസ്ത ഫോട്ടോഗ്രാഫറും പത്രപ്രവർത്തനമാണ്. അദ്ദേഹത്തെയും സ്നേഹാദരങ്ങളോട് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി കൈരളി ബുക്സ് ചെയർമാൻ ഡോക്ടർ മുരളി മോഹൻ KVനെ ക്ഷണിക്കുന്നു. വേദിക്കും സദസ്സിനും വിനീതമായ നമസ്കാരം. കൈരളി ബുക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണിത്. വിശ്വപ്രസിദ്ധിയായ ഒരു എഴുത്തുകാരി ആദ്യമായി നമ്മുടെ കണ്ണൂരിൽ എത്തുകയാണ് കൈരളിയിലൂടെ. അപ്പോൾ കൈരളിയെ സംബന്ധിച്ചിടത്തോളം, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, സാഹിത്യകാരന്മാരെ സംബന്ധിച്ചിടത്തോളം, സാഹിത്യപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന നിമിഷമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ കൈരളി ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ
കുറിച്ചുള്ള ആമുഖ ഭാഷണത്തിനായി ഞാൻ ഫെസ്റ്റിവൽ ഡയറക്ടർ കൂടിയായ പ്രസിദ്ധ സംവിധായകൻ ശ്രീ മധുപാൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. അതിനേരെ പ്രിയപ്പെട്ടവരെ, കൈരളി ബുക്സ് അതിൻ്റെ 4ാമത്തെ ലിറ്റററി ഫെസ്റ്റ് എഡിഷൻ നടക്കുമ്പോൾ ഈ ഒരു വേദി തീർച്ചയായിട്ടും സാഹിത്യരംഗത്ത് ഏറ്റവും പ്രബലയായ, ഏറ്റവും പ്രശസ്തയായ, സ്വന്തം ജീവിതം സജീവമായിട്ട് എഴുത്തിന് വേണ്ടി മാറ്റിവെച്ച, രാജ്യം പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നേരിട്ടപ്പോഴും അതിനെല്ലാം ഒപ്പം നിന്ന് അതുകൊണ്ട് കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയായ തസ്ലീമ നസീം ഈ ചടങ്ങ് ഇനോഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കഴിഞ്ഞ 3 ഫെസ്റ്റിവലിൻ്റെ സ്വഭാവങ്ങൾ മാറിയിട്ട് 4ാമതെത്തിയപ്പോഴേക്കുണ്ടായതൊരു ഗുണമെന്ന് ഞാൻ കാണുന്നത് ഏറ്റവും പുതിയ എഴുത്തുകാരുമായിട്ട് സംവദിക്കാനും പുതിയ എഴുത്തുകാരുടെ ജീവിതങ്ങളെ ഏതെല്ലാം രീതിയിലേക്ക് കൊണ്ടുപോകാം, അതെല്ലാം എങ്ങനെയൊക്കെയാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ഈ പുതിയ തലമുറയും പഴയത് പുതിയത് എന്ന് വ്യത്യാസമില്ലാതെ പുതിയ ജീവിതം ജീവിക്കുന്ന മനുഷ്യരോട് ഒപ്പം ചേർത്ത് നിർത്തി പറയാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടല്ലോ. അത്തരം ഒരു ആലോചനയാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങളെ ചേർത്ത് നിർത്തുന്നത്. പുതിയ കാലമാണിത്. ധാരാളം പ്രശ്നങ്ങൾ സജീവമായിട്ട് നമ്മുടെ ചുറ്റുമുണ്ടാകുമ്പോഴും അതിനെയെല്ലാം ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത് എന്നുള്ള ചിന്ത പുതിയ തലമുറയ്ക്ക് വ്യക്തമായി ഉണ്ട് എന്ന് അവർ കാണിക്കുന്ന, അവർ ഇടപെടുന്ന പ്രശ്നങ്ങളിലെല്ലാം, അവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രമേൽ സോഷ്യൽ നെറ്റ്വർക്ക് സജീവമായി കൊണ്ടിരിക്കുന്നൊരു കാലമാണിത്. ഭരണകൂടങ്ങളെ മാറ്റിമറിക്കാൻ പോലും സാധ്യമാകുന്ന തരത്തിലേക്കുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് ചിലപ്പോൾ പറയേണ്ടി വരുമ്പോഴൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ കാണുകയും ഇടപെടുകയും ചെയ്യുന്നത് എന്ന് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഐഡിയോളജി ഉണ്ട്. പലപ്പോഴും നമ്മൾ പറയാറില്ല ഐഡിയോളജി ഇല്ലാത്ത തരത്തിലുള്ള ആൾക്കാരാണെന്ന് പറയും. പക്ഷേ ഐഡിയോളജി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു തലമുറയ്ക്കൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് അവരുമായിട്ട് സംവദിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവലിന് അത്തരം രീതിയിലുള്ള ഒരു പുതിയ മാറ്റത്തിൻ്റെ സംവിധാനം ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിവലിൽ വരും നാളെയും മറ്റന്നാളുമുള്ള ദിവസങ്ങളിലും കഴിഞ്ഞ സെഷനുകളിലെല്ലാം ഈ ഒരു രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. കാലം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറ്റത്തിൻ്റേതായ സമയമാണിത്. ഈ മാറ്റം എത്രത്തോളം ഇനി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഉതകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈരളി ലിറ്റററി ഫെസ്റ്റിൻ്റെ 4ാമത് എഡിഷൻ കാണുന്നതും പറയുന്നതുമൊക്കെ പുതിയ കാലത്തിൻ്റെ, പുതിയ ജീവിതത്തിൻ്റെ പുതിയ സംവിധാനങ്ങളായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിവലിന് ചടങ്ങ് ഇനോഗ്രേറ്റ് ചെയ്യുന്നതും ആദരണീയായ തസ്ലീമയാണ്. മാമിന് വളരെ സ്നേഹത്തോടു കൂടി ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ഇതിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പുതിയ തലമുറയ്ക്ക് എല്ലാ അർത്ഥത്തിലും വലിയ നേട്ടമുണ്ടാക്കാനും അവരെ ശ്രമിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ഉദ്ഘാടനമാണ്. It is a true honor to welcome a literary icon who has fearlessly used her pen to champion human rights and creative freedom. As a world-renowned poet and novelist, she has authored, celebrated work like Lajja and a monumental 4-part autobiography that has been translated into numerous global languages. Her courage in the face of adversity has earned her prestigious international honors, including the Ananda Puraskar and the Swedish Pen Prize. It is my immense privilege to invite famous author Taslima Nasrin to the podium to officially inaugurate the 4th edition of the Kairali International Cultural Fest KICF and to launch Agam Digital. Ma'am, we are honored to have you with us. Namaskar. Ladies and gentlemen,
friends, writers, readers, thinkers. My heartfelt thanks to Kerala, to Kannur, and to the organizers of the Kairali International Cultural Festival for inviting me here to inaugurate the festival. I am so honored. For 31 years, I have lived in exile. 31 years ago, I was forced to leave my country because I wrote the truth. I wrote against misogyny, against religious fanaticism, against the oppression of women, against communal hatred, against barbaric laws and barbaric customs disguised as sacred traditions. I wrote for freedom of thought, freedom of expression, and human dignity. And for that, I was punished. A writer can be imprisoned. A writer can be exiled. A writer can be banned. But ideas cannot be killed. My books were banned. Fatwas were issued against me. Fundamentalists demanded my death. Government surrendered before religious mobs instead of protecting a writer's right to speak. Even West Bengal, the land of Tagore, Nazrul, and Bidyasagar, eventually abandoned me. The state that once took pride in its intellectual tradition could not tolerate a woman speaking without fear. I was forced to leave Kolkata too. But today, standing here in Kerala, I feel something important. There are still places in India where literature is respected, where writers are welcomed, where free thought is not yet entirely defeated by hatred and fanaticism. Kerala still honors literature. Kerala still honors dissent. Kerala still honors reason. And for that, I thank you. But let us not deceive ourselves. We are living in dangerous times. Across South Asia and across much of the world, misogyny is rising alarmingly. Religious fanaticism is rising alarmingly. Tribalism, chauvinism, censorship, anti-intellectualism, all are spreading like epidemics. Writers are threatened. Rationalists are murdered. Women are silenced. Minorities are attacked. People are taught not to question but to obey, not to think but to submit. The biggest enemy of authoritarianism is not a political party. It is a free mind. That is why fundamentalists fear writers. They fear poets. They fear artists. They fear women who refuse obedience. They fear people who ask questions. Because one free mind can ignite thousands more. I have spent my life fighting for humanism, secularism, women's equality, freedom of expression, and the right to live as a human being before being labeled by religion, nationality, caste, or gender.
I do not believe any religion is above criticism. I do not believe women were born to obey men or to be slaves of men. I do not believe freedom should belong only to believers and never to free thinkers. I do not believe silence is a virtue in the face of injustice. And I will never stop saying these things. Never. Not because it is easy, but because it is safe. Not because it is safe, but because it is necessary. Many people ask me whether exile has exhausted me. Of course, exile hurts. Exile is a lifelong wound. To lose one's homeland, language, environment, familiar streets, childhood memories, one's people, this is a profound human pain. But surrender would hurt more. Silence would hurt more. Betraying my conscience would hurt more. So I continue. I continue writing. I continue speaking. I continue resisting. And I will continue until death comes, come what may. Because literature is not merely decoration. Literature is resistance. Literature is memory. Literature is rebellion against darkness. A true writer does not serve power. A true writer serves truth. And truth often stands alone. But even if free thinkers are abundant, even if humanists are isolated, even if feminists are demonized, history shows us something important. The future never belongs to fanatics forever. Fanaticism makes noise. Humanism endures. Hatred burns loudly. Reason survives longer. And every generation produces new young people who dare to think freely despite fear. To those young people, I want to say, never surrender your mind, never surrender your humanity, never allow fear to become your religion. Question everything. Defend women's freedom, defend human rights, defend secular values, defend literature, defend reason, defend humanity. Thank you, Kerala, for listening. Thank you for still making space for writers. Thank you for proving that even in dark times, culture and courage can still stand together. Thank you. Namaskar. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി തസ്ലീമ നസ്രീൻ, അവർ വേട്ടയാടലിൻ്റെ ഇരയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിരൂപമാണവർ. ജനിച്ച നാട്ടിൽ ജീവിക്കാൻ സാധിക്കാതെ അവിടുന്ന് മാറി താമസിക്കേണ്ടി വന്ന അനുഭവമാണ് അവരുടെ മുമ്പിലുള്ളത്. കാലം നല്ല കാലമല്ല. വലിയ രീതിയിലുള്ള വെറുപ്പും വിഭജനവും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനെതിരായ, ജനാധിപത്യത്തിനെതിരായ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും മൊബൈലിൽ, ഇൻസ്റ്റയിൽ, റീൽസിൽ, ഡിജിറ്റൽ മീഡിയയിൽ ഓക്കുപ്പൈഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് മറിച്ച് പുതിയ പുതിയ ഇൻഫർമേഷൻസ് കിട്ടുന്ന കാലഘട്ടത്തിൽ എന്തിനാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു.